മൂന്നാറിലെ ലോഹാർഡ് എസ്റ്റേറ്റിൽ പടയപ്പ വീണ്ടും റേഷൻ കട തകർത്തു. ഇന്ന് പുലർച്ചെയാണ് കാട്ടാന റേഷൻ കട തകർത്ത് അരി തിന്നത്. കഴിഞ്ഞ 2 ദിവസമായി പടയപ്പ ഈ മേഖലയിൽ ചുറ്റിക്കറങ്ങുകയാണ്. ഇങ്ങോട്ട് പറയാറ് ജെയിനിസ് രാജുണ്ട് വിവരങ്ങളുമായി. ജെയിൻ, ഈ റേഷൻ അരിയുടെ സ്വാദ് അറിഞ്ഞാൽ ഇനി അരിക്കൊമ്പനെ പോലെ ആകുമോ? പടയപ്പ മൊത്തത്തിലൊരു അക്രമാസക്തൻ ലൈനിലേക്ക് മാറുകയാണല്ലേ? കഴിഞ്ഞ കുറച്ച് നാളുകളായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ റേഷൻ കടകൾക്ക് നേരെയുള്ള ആക്രമണം ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. ഇന്ന് പുലർച്ചെയാണ് ലോക്ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കടയ്ക്ക് സമീപം പടയപ്പ എത്തിയത്. അതിനുശേഷം ഈ റേഷൻ കടയുടെ തകരം ഷീറ്റ് കൊണ്ടാണ് ഇത് മേൽക്കൂര മേഞ്ഞിരുന്നത്. ആ ഷീറ്റ് മാറ്റി അകത്തു നിന്ന് 2 ചാക്കുകൾ പുറത്തേക്ക് വലിച്ചെടുക്കുകയും ചാക്കുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അരി പുറത്ത് വിതറിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇന്നലെ വൈകിട്ടും സമാനമായ രീതിയിൽ ഈ മേഖലയിൽ തന്നെയായിരുന്നു പടയപ്പ ഉണ്ടായിരുന്നത്. നമ്മുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡ് എന്നറിയപ്പെടുന്നതിന് സമീപത്തുള്ള പ്രദേശത്ത് പടയപ്പ എത്തുകയും ഏതാണ്ട് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തിരക്കുള്ള സമയമാണ്, വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ വാഹന ഗതാഗതം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഏറെ നേരം കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥയുണ്ടാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ചില വാഹനങ്ങൾ അടുത്തുകൂടി പോകുമ്പോൾ അവയെ വിരട്ടി ഓടിക്കാനൊക്കെ പടയപ്പ ശ്രമിക്കുന്നുണ്ട്. സാധാരണ ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു ആന, മനുഷ്യർക്ക് നേരെ പ്രകോപനം സൃഷ്ടിക്കുന്ന ആനയല്ല. പക്ഷേ വാഹനങ്ങൾ ഉപയോഗിച്ചും മറ്റും പലപ്പോഴും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. എന്തായാലും ആന ഇപ്പോഴും ഈ ലോക്ഹാർട്ട് മേഖലയിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറ്റ്യാർവാലിയിലും സമാനമായ രീതിയിൽ റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. എന്തായാലും ശരിയാണ് ജെയിൻ പറഞ്ഞതുപോലെ വളരെ ഒരു ഇഷ്ട ആനയായി തന്നെയാണ് പടയപ്പയെ വിശേഷിപ്പിച്ചിരുന്നത്, കരുതിയിരുന്നത്. പക്ഷേ പലരിൽ നിന്നുമുണ്ടായ പ്രകോപനങ്ങളിൽ കഴിഞ്ഞ ദിവസവും കണ്ടതാണ് വാഹനം ഇടിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെ ആനയെ കൂടുതൽ അക്രമാസക്തനാക്കാനുള്ള കാരണം മനുഷ്യരുടെ ഇടപെടൽ കൂടിയാണെന്ന് തോന്നുന്നു. എന്തായാലും സ്വസ്ഥതയില്ലാതെയാവുന്നു ആളുകൾക്ക്.